അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നാലെ എത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും എംപിമാരും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ CJP സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ള നേതാക്കളെ ഉൾപ്പെടെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നേതാക്കൾ, ജനപ്രതിനിധികൾ ഇപ്പോൾ നേരിട്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ അതൊരു സമവായത്തിലെത്താതെ അവസാനിച്ചു എന്നുള്ളതാണോ അദ്ദേഹത്തിന്റെ മടക്കം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത്? ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ചർച്ച പരാജയപ്പെട്ടു എന്ന് വേണം കരുതേണ്ടതായുള്ളത്. കാരണം ജിതേന്ദ്ര സിംഗ് മടങ്ങിയതിനു ശേഷവും കോൺഗ്രസ് MPമാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഈ അവരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ അർത്ഥം ഈ ചർച്ച ഫലം കണ്ടിട്ടില്ല എന്ന് വേണം അനുമാനിക്കേണ്ടതായുള്ളത്. ഏതായാലും നിലവിൽ പോലീസുകാരുടെ എണ്ണം ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് കോൺഗ്രസ് MPമാരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് തൊട്ട് മുന്നിൽ പരസ്പരം മുഖാമുഖം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കുറെ MPമാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. കൊടുക്കുന്നൂർ സുരേഷൻ, ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള പല MPമാരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പക്ഷേ നിലവിൽ അറസ്റ്റ് ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. നിലവിൽ ഈ സ്ഥലത്ത് സംഘർഷാവസ്ഥ എന്ന് നമുക്ക് പറയാം. പക്ഷേ സ്ഥിതിഗതിക്ക് യാതൊരു അയവും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മറ്റ് ആക്ഷനുകൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. എന്നാൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നത്. 3:30 മണിയോട് കൂടിയാണ് ഈ സമരം ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ സമരം ഇപ്പോഴും തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടെ VD സതീശൻ, GK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാം. KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും സമരഭൂമിയിലുണ്ട്, സമരമുഖത്തുണ്ട്. അവർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, അതായത് ചർച്ചയിലും കേന്ദ്രമന്ത്രി ഇടപെട്ട് അവിടെ ചർച്ച നടന്നില്ല, അല്ലെങ്കിൽ ഒരു സമവായത്തിനവിടെ വഴി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഇനി എന്താ എന്നുള്ളതാണ്, എത്ര നേരം ഇങ്ങനെ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല. കാരണം കോൺഗ്രസ് MPമാർ ഈ സമരവുമായി തുടരുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് സാധ്യത. കോൺഗ്രസ് MPമാർ സ്വയം പിരിഞ്ഞു പോകുമോ എന്നത് മാത്രമാണ്
എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി അറിയേണ്ടതായുള്ളത്. പക്ഷേ നിലവിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ അതിനുള്ള ഒരു സാധ്യത നമുക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് നേരത്തെ ഇവിടെ ഇല്ലാതിരുന്ന പല കോൺഗ്രസ് എംപിമാരുമൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള ഈ സമരം ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടാൻ വേണ്ടി പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ആ സമരത്തിലാണ് ആ സമരമാണ് അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ ഈ എംപിമാരെ അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള ഒരു നടപടിക്ക് ജിതേന്ദ്ര സിംഗിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായത്. പക്ഷെ ആ ഇടപെടൽ വിജയം കണ്ടിട്ടില്ല എന്ന് വേണം കരുതേണ്ടത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ കോൺഗ്രസ് എംപിമാർ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. എന്ത് നടപടിയായിരിക്കും ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടതായുള്ള കാര്യം. എന്ത് നടപടി പോലീസ് ഈ കൂടുതൽ നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കുമോ ഇനി നീങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ ഒരു കോൺഗ്രസ് മുഖം തന്നെ ആകെ അവിടെ ഇരിക്കുന്നത് മുഴുവനായി നമുക്ക് കാണാം. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കാണാം. ഒരു മിന്നൽ സമരവുമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ, എംപിമാർ, ജനപ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വിഷ്ണു പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ബാലു റിപ്പോർട്ട് ചെയ്തനുസരിച്ച് മനസ്സിലാക്കുന്നത് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി ഇവരെയും അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുമോ? എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ആക്ഷൻ? എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിലവിൽ സമരം നടക്കുന്ന നേതാക്കളെ എല്ലാം തന്നെ പോലീസ് വലയത്തിനുള്ളിലാക്കിയിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരെ പോലീസിന്റെ 3 ലെയറുള്ള വലയത്തിനുള്ളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സമരം ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അതായത് പ്രതിപക്ഷത്ത് ഈ എംപിമാരുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇവിടെ എത്തുകയും അവരുമായി ചർച്ച ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊരു അപ്ഡേഷനും ഉള്ളതായി അല്ലെങ്കിൽ ഒരു പുരോഗതിയും ഉള്ളതായി ഇപ്പോൾ നമുക്ക് പറയാൻ വയ്യ. കാരണം പ്രധാനമായും ഇപ്പോഴും സമരം ശക്തമായ മുദ്രാവാക്യം വിളികളുമായി തുടരുകയാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. രാഹുൽ ഗാന്ധി, പവൻ ഖേഡ, രൺദീപ് സിംഗ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്യുന്നുണ്ട്, ഈ സമരവേദിയിലുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ കോൺഗ്രസ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. അതും പ്രധാനമന്ത്രിയുടെ വസതി പോലെയുള്ള അതീവ സുരക്ഷാ മേഖലയിൽ. ഇതിനെ കാരണമായി തന്നെ പറയുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ നടപടി തന്നെയാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ പോയി കണ്ടതിനു ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിലെ എംപിമാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ശക്തമായ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ഈ CJP സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതുകൂടാതെ ആ CJPയുടെ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി എന്നിവ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷേധം ശക്തമായി തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ തുടരുകയാണ്.